കേരളത്തിൽ 60 കഴിഞ്ഞവർക്ക് ബജറ്റിൽ 5 കോടിയുടെ കിടിലൻ പദ്ധതി. അതിൻ്റെ വിശദവിവരമാണ് ഇന്നീ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ആകർഷകമായ ഒരു പദ്ധതി അവതരിപ്പിച്ച് കേരള ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂ ഇന്നിങ്സ് എന്നാണ് പദ്ധതിയുടെ പേര് നൽകിയിരിക്കുന്നത്. പദ്ധതി നടപ്പിലാക്കാനായി 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. മുതിർന്ന പൗരന്മാരുടെ സാമ്പത്തിക ശേഷിയും അനുഭവപരിചയവും ഉപയോഗപ്പെടുത്തി പുതുസംരംഭങ്ങളോ വ്യവസായങ്ങളോ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകുന്നതാണ് ന്യൂ ഇന്നിങ്സ് പദ്ധതി. ലോകത്തെ പ്രമുഖരായ ചില വ്യവസായികൾ വ്യവസായ വാണിജ്യ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് മുതിർന്ന പൗരന്മാരിന് ശേഷമാണെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നു. മുതിർന്ന പൗരന്മാരെ സാമ്പത്തിക പ്രക്രിയയുടെ ഭാഗമാക്കാനും സാമൂഹികമായി സജീവമാക്കാനും ഈ പദ്ധതി സഹായിക്കുമെന്ന് സർക്കാരിൻ്റെ വിലയിരുത്തൽ. ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ ഏറ്റവും നീണ്ട ബജറ്റ് പ്രസംഗമായിരുന്നു ഇക്കഴിഞ്ഞത്. പ്രസംഗം നീണ്ടത് 2.5 മണിക്കൂർ. ഇതിനു മുൻപ് 4 ബജറ്റുകളാണ് ബാലഗോപാൽ അവതരിപ്പിച്ചത്. മുൻഗാമികളെ അപേക്ഷിച്ച് കവിതകളോ ഉദ്ധരണികളോ ഇല്ലാതെ കാച്ചിക്കുറുക്കി ബജറ്റ് അവതരിപ്പിക്കുന്നതാണ് ബാലഗോപാലിൻ്റെ ശൈലി. ഇതിനാൽ 1.5 മണിക്കൂറിനപ്പുറം ബജറ്റ് പ്രസംഗം നീളുമെന്ന് നിയമസഭാംഗങ്ങളും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിനിടെ പല ഭാഗങ്ങളും അദ്ദേഹം വായിക്കാതെയും വിട്ടു. അതുകൂടി വായിച്ചിരുന്നെങ്കിൽ സംസ്ഥാനത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബജറ്റ് പ്രസംഗമായിരുന്നു ഇത്തവണത്തേത്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.